ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മിഠായി ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ജെല്ലി മിഠായിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാനില എസൻസ് എടുത്തിട്ടുണ്ട്, ഒരു 7 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളമാണ് വേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു 1/4 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു 15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 15 മിനിറ്റിന് ശേഷം നമ്മൾ ആ എടുത്തു വെച്ചേക്കുന്ന പഞ്ചസാരയും 7 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറും കൂടി നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്യണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒരു 4 ഡ്രോപ്പ് വാനില എസൻസ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ആ ജെലാറ്റിൻ മിക്സ് ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജെലാറ്റിൻ മിക്സ് നന്നായിട്ട് അതിനകത്ത് ഡിസോൾവ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ജെലാറ്റിൻ മിക്സ് ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ 4 ഗ്ലാസ്സിലേക്കും നമുക്ക് ഈക്വലായിട്ട് ആ ഒരു ജെലാറ്റിൻ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 4 ഗ്ലാസ്സിന് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കും കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജെൽ കളറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ലിക്വിഡ് കളറാണേലും പൗഡർ ഫോമിലുള്ള കളറാണേലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഓറഞ്ച് കളർ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ റെഡ് കളറാണ് അടുത്ത ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. 2 ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് വേറൊരു സ്പൂൺ കൊണ്ട് വേണം ആ ഒരു കളറ് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി പോകും. അതിനുശേഷം റെഡും ഓറഞ്ചും കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരെണ്ണം പ്ലെയിൻ ആയിട്ട് തന്നെ നമ്മൾ വെക്കുവാണ്. ഇനി അത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് 2 മോൾഡ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ 2 മോൾഡാണ്, ചോക്ലേറ്റിൻ്റെ മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ആ കളർ മിക്സ് ഒരു സ്പൂണ് കൊണ്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. സ്പൂണ് കൊണ്ട് ഒഴിക്കുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് ആ മോൾഡിൽ തന്നെ ഒഴിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ മോൾഡൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ആ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന നമ്മുടെ ഐസ് ട്രേയുടെ അകത്ത് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് 2 എണ്ണവും നമ്മൾ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ അത് ഫ്രീസറിൽ വെച്ച് എടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തതാണ്. ഇനി നമുക്കത് ഡീമോൾഡ് ചെയ്ത് കൊടുക്കാം. പതിയെ നമുക്ക് ആ ഒരു മോൾഡിൽ നിന്ന് അത് വിടിയിപ്പിച്ച് എടുക്കാം. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പതുക്കെ വിടിയിപ്പിച്ച് അതിനകത്ത് നിന്ന് മോൾഡ് ചെയ്ത് ഡീമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ആ മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള ജെല്ലി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നൊരു മിഠായിയാണ്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.